നമസ്കാരം. അയ്യപ്പൻ ചെറിയ പുള്ളിയൊന്നും അല്ല കേട്ടോ. പണി കൊടുക്കാൻ തുടങ്ങിയാലേ ഒരു കൊടുപ്പാണ്. അതുപോലെ അയ്യപ്പൻ പണി തരുന്നതാണോ മുഖ്യ ഇത്? കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാത്തവന്മാർ പോലും പാവം അങ്ങയെ ഓരോന്നും പറഞ്ഞ് പേടിപ്പിക്കുന്നല്ലോ. അത് എന്താ അങ്ങനെ? അതെ, നമ്മുടെ മുഖ്യൻ്റെ ഇപ്പോഴത്തെ സമയം ഒന്ന് നോക്കണം. പാവത്തിനെ എന്തിനും ഏതിനും വലിച്ചിടുകയാണ്. പണ്ട് പറയും പോലെ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. അതെ, ഭരണപക്ഷത്തിൽ അധികം അണികളില്ലാത്ത എന്നാൽ നേതാക്കന്മാർ മാത്രമുള്ള ഒരു കൂട്ടരുണ്ട്. അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പറഞ്ഞു ഒരു സൗന്ദര്യ പിണക്കമൊക്കെ നടത്തും. അതായത് തങ്ങളിൽ പലരും ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിയിക്കാനായി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. എന്നിട്ടോ ഒരു ഉളുപ്പും ഇല്ലാതെ ഇങ്ങനെ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യം പോലെ ഇളിച്ചും കാട്ടും. എൻ്റെ വിശ്വം സഖാവേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് പാവം നമ്മുടെ മുഖ്യനെ വിഷമിപ്പിക്കുന്നത്? ഈ PM ശ്രീ എന്നത് ഒരു നല്ല കാര്യമല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ ശിവൻകുട്ടി സഖാവ് ഏറ്റെടുത്തത്. പഠന രീതികളൊന്നും നമ്മൾ നടപ്പാക്കില്ല. പക്ഷേ ഇത്രയും കാശ് കിട്ടുന്നത് കളയണ്ടെന്നേ. അതായത് പാഴായി പോകുന്നത് പശുവിൻ്റെ വയറ്റിലോട്ടാകുമ്പോൾ അത് നല്ലതല്ലേ സഖാവേ? അല്ല, അത് നന്നായി. പക്ഷേ വിശ്വം സഖാവേ, നിങ്ങൾ കൂടി ഇതൊന്നും സമ്മതിക്കൂ. എന്തിനാണ് വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുന്നത്? ലാൽ സലാം. അല്ല വിശ്വംജി, എന്തെങ്കിലും ഒന്ന് പറയൂ. ലാൽ സലാം. എൻ്റെ വിശ്വംജി, താങ്കൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ കഴിയൂ. അങ്ങനെയെങ്കിൽ പറയാം. ഇതൊക്കെ നല്ലതാണെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഞങ്ങൾ ഇങ്ങനെയാണ്. ആദ്യം എല്ലാം അങ്ങ് എതിർക്കും, കുറച്ച് കഴിഞ്ഞ് സമ്മതിക്കും. ഞങ്ങളും കൂടിയാണ് ഭരണം നടത്തുന്നതെന്ന് നിങ്ങളും കൂടെ അറിയണ്ടേ? കൂട്ടത്തിൽ അത് നമുക്കും കൂടി ഒന്ന് ബോധ്യപ്പെടുത്തണം. അത്രയേ വിചാരിച്ചുള്ളൂ. അതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു എതിർപ്പും രാജ്യഭീഷണിയുമൊക്കെ. ഇപ്പോൾ ഇങ്ങനെ എതിർത്തത് കൊണ്ട് രണ്ടുണ്ട് നേട്ടം. അതായത് നെയ്യപ്പം തിന്നു, തലയ്ക്ക് എണ്ണയുമായി, വയറിന് ഫുഡുമായി. അതിൽ ഒന്ന്, ഞങ്ങൾ ഉണ്ടെന്നും പ്രതികരിക്കുന്നുണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? 2, ശബരിമല കൊള്ള, അത് നിങ്ങൾ മറന്നില്ലേ? ലാൽ സലാം, അതിനും കൂടി വേണ്ടിയാണ് ഇത്. മനസ്സിലായോ മണ്ടന്മാരെ? അത് കൊള്ളാം കേട്ടോ വിശ്വംജി. ഈ ബുദ്ധി ആരുടേതാണ്? അങ്ങയുടേതാണോ അതോ മറ്റാരെങ്കിലും ഉപദേശിച്ചതാണോ? രണ്ടായാലും നന്നായി കേട്ടോ. കാരണം ജനങ്ങൾ മണ്ടന്മാരായതുകൊണ്ട് ഇനി ഇതിൻ്റെ പിന്നാലെ അങ്ങ് പോകും. ഇടയ്ക്കൊന്ന് കേട്ടു നോക്കട്ടെ. എന്തോ അതാണ്, ചെറിയ ബഹളങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കേട്ടു നോക്കട്ടെ. അത് എന്താന്ന് വെച്ചാലേ, നമ്മുടെ MP സാർ ഉണ്ടല്ലോ, വലിയ അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസമേ ഒരു കലുങ്ക് സംസാരത്തിൽ പറയുകയുണ്ടായി, വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ വിദ്യാഭ്യാസം വേണമെന്ന്. ഇപ്പോൾ കണ്ടോ MP നമ്മുടെ മന്ത്രിയുടെ ബുദ്ധി? കേന്ദ്രത്തിൽ നിന്നും എങ്ങനെ കാശ് അടിക്കാമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധി അതാണ്. അല്ല, ഇത് പറയുമ്പോഴേ താങ്കൾക്കിത് ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ അല്ലേ? അത് പോട്ടെ, ഇടയ്ക്ക് MPക്ക് എന്തെങ്കിലുമൊക്കെ പറയണം. നമുക്കങ്ങ് കേട്ടു പോവാം. പിന്നെ നമ്മുടെ മുതിർന്ന CPM നേതാവ് MV ജയരാജൻ പറയുകയാണ്, കേന്ദ്രം തരുന്ന പണം നമുക്കങ്ങ് വാങ്ങാം, അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. വാങ്ങിയതിന് ശേഷം നമുക്ക് അവരെ അങ്ങ് താറടിച്ച് കാണിക്കാം. പിന്നെ പുസ്തകമെങ്ങാനും മാറ്റാൻ പറഞ്ഞാൽ പറ്റൂല എന്ന് മുഖത്ത് നോക്കി തന്നെ പറയണം. നമുക്ക് തോന്നുന്ന വിധം മാറ്റും. അത് നന്നായി സഖാവേ, അങ്ങനെ തന്നെ വേണം. എന്നാൽ നമ്മുടെ പ്രസാദ് സഖാവ് പറയുന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അടിയറവ് വയ്ക്കേണ്ടതല്ല ഒന്നും, അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നാണ്. അത് ശരിയാണ് പ്രസാദ് സഖാവേ, കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്, നമുക്ക് ഇതിനൊരു പരിഹാരം കാണണ്ടേ? നമുക്ക് പരിഹാരം കാണാനായിട്ടേ കേന്ദ്ര നേതൃത്വത്തിനെ ഇറക്കാം, അവരെ ശരിയാകൂ. അങ്ങ് കേന്ദ്രം, അതാണ് നമ്മുടെ ബേബി സഖാവ്. ഇതിനിടയ്ക്ക് നമ്മുടെ പാവം രാജാ സഖാവ് ആകെ വിഷമത്തിലാണ്. കാരണം സഖാവ് ഭക്ഷണത്തെ പോലും ഉപേക്ഷിച്ചിട്ട് ബേബിയെ കണ്ട് കാര്യം പറയാൻ പോയതായിരുന്നു. പക്ഷേ എല്ലാം കേട്ടിട്ട് നമ്മുടെ ബേബി സഖാവിന് മൗനം മാത്രമായിരുന്നു മറുപടി. പോട്ടെ രാജസഖാവേ, എല്ലാം ശരിയാകും. അല്ല, ശരിയാക്കി. തർക്കങ്ങളെല്ലാം അവസാനിച്ചു, എല്ലാവരും ഒരുമിച്ച്, പിണക്കങ്ങളൊക്കെ മാറി. അല്ല പിന്നെ
ഇതൊക്കെ വെറുതെ ആണെന്നേ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. എന്തായാലും PM ശ്രീ വന്നത് സർക്കാരിന് ഒരു തരത്തിൽ ഗുണമായി, അതും ഈ സമയത്ത്. ജനങ്ങളും മാധ്യമങ്ങളും ഇതാണിപ്പോൾ കാണുന്നത്, ഇതാണ് കേൾക്കുന്നത്. എങ്ങനെയുണ്ട് ബുദ്ധി?